നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി അർജൻറ്റീനയ്ക്കെതിരെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കേണ്ടി വന്നാൽ അതെങ്ങനെയായിരിക്കും? ചോദ്യം കിലിയൻ എംബാപ്പയോടാണ്. 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒരു കിടിലൻ പോരാട്ടമായിരുന്നല്ലോ. അർജൻറ്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽ വിജയിച്ചേറി കിരീടവും കൊണ്ടുപോയത് നോക്കി നിൽക്കാനേ കിലിയൻ എംബാപ്പയ്ക്കും സംഘത്തിനും കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുമോ? അങ്ങനെ ആവർത്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പയോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും അത് സംഭവിച്ചാൽ ഞങ്ങൾ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയും വിജയിക്കാനുള്ള അടങ്ങാത്ത ത്വരയോടുകൂടിയുമായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക. എല്ലായ്പ്പോഴും എന്ന പോലെ അങ്ങനെയായിരിക്കും ഞങ്ങൾ ആ കളിക്കും ഇറങ്ങുക. ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് എന്തിനാ? ഈ വേൾഡ് കപ്പ് ഞങ്ങൾക്ക് നേടാനാണ്, പുതിയ ചരിത്രം കുറിക്കാനാണ്. വി വോൺ ദിസ് വേൾഡ് കപ്പ് എന്ന് തന്നെ കിലിയൻ എംബാപ്പെ പറയുന്നു. അപ്പോൾ ചോദ്യം, ഇനി ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമോ? വേൾഡ് കപ്പിൽ ഏത് സ്റ്റേജിലാണ് ഫ്രാൻസും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടാൻ ഇനി സാധ്യതയുള്ളത്? അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിന് 2 വ്യത്യസ്ത പാത്തുകളിലൂടെയാണ് നോക്കൗട്ടുകൾ പുരോഗമിക്കുക. അപ്പോൾ ഈ ടീമുകൾ തമ്മിൽ റൗണ്ട് ഓഫ് 32-ലോ റൗണ്ട് ഓഫ് 16-ലോ ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലോ ഒന്നും ഏറ്റുമുട്ടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഫിക്സ്ചറിൻ്റെ ഒരു സ്വഭാവം. അത് ചാമ്പ്യന്മാരായിട്ടോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടോ രണ്ടാമതായിട്ടോ കാര്യമുള്ള അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്നത്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത പിന്നെ ഫൈനലിൽ മാത്രമേ ഉള്ളൂ. യെസ്, 2022 ഫൈനൽ വീണ്ടും ആവർത്തിക്കുമോ? അങ്ങനെ ആവർത്തിച്ചാൽ വിജയിക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ കപ്പും കൊണ്ടുപോകുമെന്നാണ് എംബാപ്പെ പറയുന്നത്.